ഇന്ന് രാത്രി കാലം ചുരുങ്ങിയ സമയങ്ങൾ നാം ഒരുമിച്ച് ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ധ്യാനത്തിനായി തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് രാത്രി കാലത്തെ ധ്യാനത്തിന് വേണ്ടി ഞാൻ കർത്തൃ സന്നിധാനത്തിങ്കൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ വേദഭാഗത്തിലേക്ക് തന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യമാണ് ഇന്ന് ദൈവസഭയുമായി ദൈവജനവുമായി പങ്കുവയ്പ്പാൻ പരിശുദ്ധാത്മാവിനെ പ്രചോദിപ്പിക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. ആ വാക്യം ഇങ്ങനെയാണ്: അവനുടെ സർവ്വജനവും നെടുവീർപ്പിട്ടുകൊണ്ട് ആഹാരം തിരയുന്നു, വിശപ്പടക്കുവാൻ ആഹാരത്തിന് വേണ്ടി അവർ തങ്ങളുടെ മനോഹര വസ്തുക്കളെ കൊടുത്തു കളയുന്നു. യഹോവേ, ഞാൻ നിന്ദിതയായിരിക്കുന്നത് കടാക്ഷിക്കണമേ. അതിന്റെ അവസാന ഭാഗം മാത്രമാണ് ഇന്ന് രാത്രികാലം ധ്യാനിപ്പാനായിരിക്കുന്നത്. കർത്താവേ, ഞാൻ നിന്ദിതയായിരിക്കുന്നത് കടാക്ഷിക്കണമേ. കൺസിഡർ മൈ ഹ്യൂമിലിയേഷൻ. എൻ്റെ നിന്ദയെ കടാക്ഷിക്കണമേ, എൻ്റെ അപമാനത്തെ കടാക്ഷിക്കണമേ. ഈ രാത്രി ദൈവജനത്തിന്റെ നടുവിൽ ആരോടോ വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് കൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന അനേക കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം, അനേക വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിന്ന കഴിഞ്ഞുപോയ ഒരു ചരിത്രമായിരിക്കാം. നിന്ന അറിഞ്ഞിട്ടില്ലാത്തവർ ഇതിനകത്തുണ്ടായിരിക്കാം. പക്ഷേ നിന്നയുടെ പരിഭ്രമത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന, ഞരങ്ങുന്ന ആരോടോ പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ ഈ പ്ലാറ്റ്ഫോമിനെയും എളിയവനെയും നിയോഗിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഇങ്ങനെയാണ് വാക്യം എഴുതിയിരിക്കുന്നത്: നിന്ദകളെ കടാക്ഷിക്കുന്ന ഒരു ദൈവം. ഇന്ന് രാത്രികാലം വിശ്വസിച്ചാട്ടെ, നിന്നയെ കടാക്ഷിക്കുന്ന ദൈവം. The Lord who considers the humiliated one. ഇന്ന് രാത്രികാലം ദൈവം നിന്റെ നിന്നയെ, നിന്റെ നിന്ദിത അവസ്ഥയെ കടാക്ഷിക്കും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. താഴ്ചയിൽ ഓർക്കുകയും നിന്നയിൽ കടാക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം. ഇന്ന് രാത്രികാലം നിന്നയുടെ 7 തലങ്ങളിൽ കൂടെ സഞ്ചരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഇതിലേതളവിലാണോ നീ നിന്ദിക്കപ്പെട്ടിരിക്കുന്നത്, അതിനകത്ത് ദൈവത്തിന്റെ ഒരു കടാക്ഷത്തിന്റെ കരം 2024 മധ്യപകുതിയിൽ ദൈവവചനത്തിൽ നിന്ന് ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അത് നിന്റെ മേൽ ചെയ്തു തരുമെന്ന് ഉറപ്പായി ഞാൻ വിശ്വാസത്തോടെ ദൈവസന്നിധാനത്തിങ്കൽ പറയുന്നു. ഒരു മനുഷ്യൻ നിന്ദിക്കപ്പെടുന്ന 7 തലങ്ങളുണ്ട്. അതിലധികമായിട്ടുണ്ടായിരിക്കാം. ഇന്ന് 7 തലങ്ങളെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒന്ന്, ഒരു മനുഷ്യന്റെ ആത്മീയത മുഖാന്തരം അവൻ നിന്ദിക്കപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, ആത്മീയത ഇല്ല. ആത്മീയത ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനവും അനുഗ്രഹവും ഉയർച്ചയുടെയും നന്മയുടെയും സകലത്തിന്റെയും കാരണമാണ്. പക്ഷേ ഈ ആത്മീയത ഒരു മനുഷ്യനെ നിന്ദയുടെ അഗാധതയിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ പിതാക്കന്മാരൊക്കെ സമുദായവും അതിന്റെ അൾത്താരകളും വിട്ട് ദൈവത്തെ തിരിഞ്ഞിറങ്ങി ആത്മീക വെളിപ്പാടിലേക്ക് ഇറങ്ങിയപ്പോൾ നിന്ദയുടെ കൂരമ്പുകൾ, വാക്കുകളായി പ്രവർത്തികളായി നിന്ദയുടെ കൂരമ്പുകൾ അവർക്ക് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ നിന്ദയെ പറയുകയാണ് ക്രിസ്തുവിന്റെ നിന്ദ എന്നാണ് പറയുന്നത്. ആത്മീയതയിൽ നിന്ദയുണ്ട്. ഒരാത്മീയൻ തന്റെ ആത്മീയത മുഖാന്തരം, തന്റെ വെളിപ്പാട് മുഖാന്തരം, തന്റെ ദർശനം മുഖാന്തരം നിന്ദിക്കപ്പെടുക തന്നെ ചെയ്യും. പക്ഷേ ആ നിന്ദയെ തിരുവെഴുത്ത് പറയുന്നത് അത് വലിയ ധനം എന്നാണ്. എന്നാൽ അത് ധനമായി മാറ്റപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ നിന്ദയുടെ പിമ്പിലുള്ള ദൈവിക പദ്ധതി വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ നിന്ദയിൽ എന്നെയും നിങ്ങളെയും കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയണം. ഒരു മനുഷ്യന്റെ ആത്മീയത നിന്ദിക്കപ്പെടുമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആത്മീയത നിന്ദിക്കപ്പെടുന്നത്? സഹോദരങ്ങളെ, അത് ഓരോരുത്തർക്കും ഓരോ വിധത്തിലായിരിക്കും. ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശമൂവേലിന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം ത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ പട്ടണത്തിലേക്ക് ദൈവത്തിന്റെ പെട്ടകവുമായി പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് നടന്നു വരുന്നതായ രാജാവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 6-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിന്റെ മകളായ മീഖൾ കിളിവാതിലിൽ കൂടെ നോക്കി ദാവീദ് രാജാവ് യഹോവയുടെ മുൻപാകെ കുതിച്ചു നൃത്തം ചെയ്യുന്നത് കണ്ട് തന്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. ദാവീദ് തന്റെ ആത്മീയതയിൽ നിന്ദിക്കപ്പെടുകയാണ്. എന്താണ് കാരണം? ദൈവത്തിന്റെ പെട്ടകം തന്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സന്തോഷത്താൽ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ മുൻപാകെ നൃത്തം ചെയ്യുന്നത് കാണുമ്പോൾ താൻ നിന്ദിക്കപ്പെടുകയാണ്. ഞാൻ അതിന്റെ ഫസ്റ്റ് പോയിന്റ് പറയട്ടെ. എക്സ്പ്രഷൻ ഓഫ് യുവർ ഫെയ്ത്ത്, എക്സ്പ്രഷൻ ഓഫ് യുവർ സ്പിരിച്വാലിറ്റി. അത് 2 വിധത്തിലുണ്ട്. ഒന്ന്, എക്സ്പ്രഷൻ ഓഫ് സ്പിരിച്വാലിറ്റി. ഹന്ന ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരുന്ന് കണ്ണുനീരൊഴുകുകയാണ്. അവരുടെ
അധരങ്ങൾ, ചുണ്ടുകൾ ഇങ്ങനെ വിറയ്ക്കുകയാണ്. ജീവിതത്തിൽ സങ്കടം അവൾ എക്സ്പ്രസ് ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ ദാവീദ് സന്തോഷം എക്സ്പ്രസ് ചെയ്യുകയാണ്. സങ്കടം എക്സ്പ്രസ് ചെയ്ത ഹന്നയും നിന്ദിക്കപ്പെട്ടു, സന്തോഷം എക്സ്പ്രസ് ചെയ്ത ദാവീദും നിന്ദിക്കപ്പെട്ടു. സ്പിരിച്വാലിറ്റിയിൽ നീ പലതും സപ്രസ് ചെയ്ത് കൊണ്ട് നടന്നാൽ മാന്യതനായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ സന്നദ്ധിയിൽ അപ്പന്റെ പാദത്തിങ്കൽ ഒരു കുഞ്ഞെന്ന വേണം, അമ്മയുടെ മടിത്തട്ടിൽ ഒരു കുഞ്ഞെന്ന വേണം. നീ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്റെ സങ്കടവും സന്തോഷവും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന വേളകളിൽ പലപ്പോഴും നീ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നിന്റെ കയ്യടി, നിന്റെ ആരാധന, നിന്റെ കരച്ചില്, നിന്റെ ഉപവാസത്തിൽ നീ കാണിക്കുന്ന ഇതൊക്കെ മനുഷ്യന് വികൃതിയും ഓരോരോ അലങ്കോലവുമായി തോന്നിയേക്കാം. എന്നാൽ ഇന്ന് ഈ രാത്രികാലം ദൈവത്തിന്റെ പൈതലെ, നിന്റെ ആത്മീയതയുടെ ചേഷ്ടകളിൽ, നിന്റെ ആത്മീയതയുടെ പ്രകടനങ്ങളിൽ നീ നിന്ദിക്കപ്പെടുമ്പോൾ, അത് ഹന്നായുടെ കണ്ണുനീരിൽ നിന്നയേറ്റതാണെങ്കിലും ദാവീദിന്റെ നൃത്തത്തിൽ നിന്നയേറ്റതാണെങ്കിലും, ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാട്ട് നിന്ദകളെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആവർത്തിച്ചു പറഞ്ഞാട്ട് നിന്ദകളെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ആരാധിച്ച് നിന്ദിക്കപ്പെട്ടവനാണോ? നീ അന്യഭാഷ പറഞ്ഞ് നിന്ദിക്കപ്പെട്ടവനാണോ? നീ ഉപവാസത്തിൽ വാവിട്ട് നിലവിളിച്ച് നിന്ദിക്കപ്പെട്ടവനാണോ? നീ സാക്ഷി പറഞ്ഞപ്പോൾ കരഞ്ഞ് നിന്ദിക്കപ്പെട്ടവനാണോ? നീ എവിടെ നീ നിന്ദിക്കപ്പെട്ടെങ്കിലും മനുഷ്യൻ നിന്നെ പരിഹസിച്ച ആ സമയം സ്വർഗം നിന്നെ കടാക്ഷിക്കുന്ന സമയമായിരുന്നുവെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. ഒന്ന്, ആത്മീയതയുടെ എക്സ്പ്രഷനുകൾ നിന്ന് കൊണ്ടുവരും. രണ്ടാമതായി ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 22-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവിടെ ഓരോ സ്റ്റെപ്പായിട്ട് പറയുകയാണ്. മനുഷ്യപുത്രൻ നിമിത്തം, കർത്താവായ യേശുവിനെ നീ അക്സെപ്റ്റ് ചെയ്തത് നിമിത്തം, കർത്താവ് യേശുവിന്റെ നാമം നീ സ്വീകരിച്ചത് നിമിത്തം, അത് മുഖാന്തരം നിന്നോട് ദ്വേഷം എന്ന് പറയുന്നത് അകമേ ഉള്ളതാണ്. രണ്ട്, ഭ്രഷ്ടരാക്കുക, നിന്നെ ഒരു സോളിറ്റ്യൂഡിലേക്ക്, നിന്നെ ഒറ്റപ്പെടുത്തുക. പക്ഷെ ഒറ്റപ്പെടുത്തിയിട്ടും നിന്നെ തകർക്കാൻ കഴിഞ്ഞില്ലെന്നറിഞ്ഞിട്ട്, അകത്ത പക കൊണ്ട് നിന്നെ തകർക്കാൻ കഴിഞ്ഞില്ല, പുറമേ നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടും നിന്നെ തകർക്കാൻ കഴിഞ്ഞില്ല. അത് ആമേൻ. നിന്നെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി അടുത്ത മൂന്നാമത്തെ തലത്തിൽ നിന്നെ നിന്ദിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ അവിടെയും തീരത്തില്ല ദൈവമൈതലേ. നാലാമത് നിന്നെ നിന്ദിക്കുക മാത്രമല്ല, നാലാമത് നിന്റെ പേരിനെ വിടക്കാക്കി ഇല്ലാത്തതിനെ പറഞ്ഞു വരത്തി നിന്നെ പരിഹാസത്തിന്റെ ചുഴിയിലേക്ക് തള്ളുമ്പോൾ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ ഒരു ദൈവ പൈതലായത് മുഖാന്തരം, നീ ഒരു ക്രിസ്ത്യാനി ആയത് മുഖാന്തരം, നീ ഒരു പെന്തക്കോസുകാരനായത് മുഖാന്തരം, നീ ദൈവത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്നത് മുഖാന്തരം, നിന്റെ വേർപാട് മുഖാന്തരം, നിന്റെ വിശ്വാസം മുഖാന്തരം, നിന്റെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള വാഞ്ച മുഖാന്തരം, ക്രിസ്തു നിമിത്തം, മനുഷ്യപുത്രൻ നിമിത്തം നീ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്ത ഭാഗത്ത് നീ ഭാഗ്യവാൻ എന്ന് പറയുന്ന കർത്താവ് ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, നിന്റെ നിന്ദകളെ കടാക്ഷിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. എവിടെയൊക്കെ നീ ഒറ്റപ്പെട്ട് നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറ, എന്റെ നിന്ദകളെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. എന്നാൽ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. കണ്ടോ, ഒരു മനുഷ്യന്റെ ആത്മീയ പ്രകടനങ്ങൾ. രണ്ട്, അവൻ കർത്താവിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിന്ദിക്കപ്പെടുന്നു. തീർന്നില്ല, വീണ്ടും അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും നിന്ദിക്കപ്പെടുകയാണ്. എന്താണ് നിന്ദിക്കപ്പെടുന്നത്? 2:13 അവർ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് എക്സ്പ്രഷൻ ഓഫ് ഇമോഷണൽ സ്പിരിച്വാലിറ്റി. കരച്ചില്, സന്തോഷം, അതൊക്കെ ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ ആണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ലേക്ക് വരുമ്പോൾ അതൊരു ഇമോഷണൽ എക്സ്പ്രഷൻ അല്ല, മാനിഫെസ്റ്റേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവ് ഒരാത്മീയനിൽ കൂടെ പ്രദർശിപ്പിക്കപ്പെടും. അത് വിവിധങ്ങളായ കൃപാവരങ്ങളിൽ കൂടെ പ്രദർശിപ്പിക്കപ്പെടും. അത് ചിലപ്പോൾ അന്യഭാഷകളായിരിക്കും, അത് ചിലപ്പോൾ പ്രവചനങ്ങളായിരിക്കും, അത് ചിലപ്പോൾ വിവേചനങ്ങളായിരിക്കും, അത് ചിലപ്പോൾ വ്യാഖ്യാനങ്ങളായിരിക്കും, അത് ചിലപ്പോൾ ജ്ഞാനത്തിന്റെയോ
ജ്ഞാനത്തിന്റെ വരമായിരിക്കും, അത് ചിലപ്പോൾ രോഗശാന്തികളായിരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ വലിപ്പത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷനുകളെ, പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷനുകളെ അടുത്തറിയാൻ കഴിയാത്ത ഒരു മനുഷ്യൻ നിന്നെ പരിഹസിച്ചേക്കാം. ഇന്ന് രാത്രി നീ തിരിച്ചറിഞ്ഞാട്ട് പരിശുദ്ധാത്മാവിന്റെ അനന്തമായ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി നിന്റെ ശരീരത്തിൽ പ്രവഹിക്കുമ്പോൾ, നിന്നിൽ കൂടെ കൃപകളും കൃപാവരങ്ങളും ജ്വലിക്കുമ്പോൾ നീ പരിഹാസപാത്രമായി തീർന്നാൽ നീ അധൈര്യപ്പെട്ടു പോകരുത്. നിന്റെ നിന്നയെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഉണ്ടായ പെന്തക്കോസ്ത് ദിനത്തിലുണ്ടായ ഒന്നാമത്തെ പ്രതികരണം പരിഹാസമായിരുന്നെങ്കിൽ ഇന്ന് രാത്രി നീ എന്തിന് ഭയപ്പെടണം? ഇന്ന് രാത്രി നീ എന്തിന് അധൈര്യപ്പെടണം? ഹോളി സ്പിരിറ്റ് മാനിഫെസ്റ്റേഷൻ ഉണ്ടായ ഒന്നാമത്തെ ദിവസം പെന്തക്കോസ്ത് ദിനത്തിൽ ഉണ്ടായത് പരിഹാസവും നിന്ദയുമായിരുന്നെങ്കിൽ, ഇന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലെ, അഭിഷക്ത സമൂഹമേ, ഇൻ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് സ്പിരിറ്റ് there will be humiliations. നിന്റെതിരായ പരിഹാസികൾ എഴുന്നേറ്റ് ഇത് പുതുവീഞ്ഞു കുടിച്ചതാണെന്ന് പറഞ്ഞ് നിന്നെ ആട്ടിപ്പായിച്ചാലും പരിഹസിച്ചാലും നിന്റെ നിന്ദകളെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ഞാനൊന്ന് പറയട്ടെ സഹോദരങ്ങളെ, നീ എവിടെയെങ്കിലും കൃപകളാലും കൃപാവരങ്ങളാലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാൽ നീ നിന്ദിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവെ എനിക്ക് കൃപ വേണ്ട, കർത്താവെ എനിക്ക് അന്യഭാഷ വേണ്ട, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് മതി, കർത്താവെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടങ്സ് മതി, നീ പറയരുത്, നീ പറയരുത്, നീ പറയരുത്. പരിശുദ്ധാത്മാവ് നിന്നെ ഒരു ഭോഷനെ പോലെ നാട്ടുകാരുടെ മുമ്പിൽ നിർത്തിയാലും, ദൈവത്തിന്റെ കൃപാവരങ്ങൾ നിന്നെ മനുഷ്യന്റെ മുമ്പിൽ ഒരു ഭ്രാന്തനാക്കി തീർത്താലും നീ വിടരുത്. നീ പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിക്കുക, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക. പരിശുദ്ധാത്മാവിന് വേണ്ടി, ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഞാനൊരു ഭ്രാന്തനാകാം, ഞാനൊരു പൊട്ടനാകാം, ഞാനൊരു ഭോഷനാകാം, ഞാനൊരു നിന്ദിതനാകാം. പരിഹാസികൾ എന്നെ പരിഹസിക്കട്ടെ, പക്ഷേ എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഫോർ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ പവർ ഓഫ് ഹോളി ഗോസ്റ്റ്, ഞാൻ വില കൊടുക്കാൻ ഒരുക്കമാണ്, ഞാൻ വില കൊടുക്കാൻ ഒരുക്കമാണ്. ചർച്ച്, ദൈവത്തിന്റെ സഭയെ നമുക്ക് വില കൊടുക്കാം. പരിശുദ്ധാത്മാവിന്റെ പകർച്ചകളും മാനിഫെസ്റ്റേഷനുകളും നടക്കുമ്പോൾ അപമാനത്തിന്റെ, പരിഹാസത്തിന്റെ കൊടുവാളുകൾ നമുക്കെതിരെ ഉയർന്നാലും വിളിച്ചു പറയാം, ഈ പരിഹാസങ്ങളിൽ, ഈ നിന്ദകളിൽ എന്നെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, 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 സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ മാനിഫെസ്റ്റേഷൻ ഓഫ് സ്പിരിറ്റിലാണ് പരിഹസിക്കപ്പെടുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ശ്രദ്ധിക്കുവാൻ വേണ്ടി. അപ്പോസ്തല പ്രവർത്തികൾ ആരംഭിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഹോളി സ്പിരിറ്റിലാണ് പരിഹസിക്കപ്പെടുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അടുത്ത പരിഹാസത്തെ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17, ആക്ട്സ് ചാപ്റ്റർ 17:32. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു. And when they heard of the resurrection of the dead, some mocked. അവിടെ എന്തുകൊണ്ടാണ് മോക്ക് ചെയ്യപ്പെട്ടതെന്നറിയാമോ? അന്നുവരെ അവർ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഉപദേശം, because of the doctrines, because of the theology, നിന്റെ വെളിപ്പാട് നിമിത്തം, because of the revelation, because of the sermon, because of the preaching, because of the revelation, you may be mocked in the midst of the generations. കണ്ടോ, മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ, ഒരു വെളിപ്പാടിനെ താൻ പറയുമ്പോൾ, ഒരു പ്രസംഗത്തെ താൻ വെക്കുമ്പോൾ, ജനത്തിന്റെ മുമ്പിൽ താൻ പ്രസംഗിക്കുമ്പോൾ പരിഹസിക്കപ്പെടുകയാണ്. ഉപദേശം മുഖാന്തരം പരിഹസിക്കപ്പെടും. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, ഉപദേശം നിമിത്തം ദൈവത്തിന്റെ വേർപാട്, ദൈവിക വിശുദ്ധിയുടെ ഉപദേശം, വേർപാടിന്റെ ഉപദേശം, കൃപാവരങ്ങളുടെ ഉപദേശം, ദൈവശക്തിയുടെ ഉപദേശം നീ ധൈര്യത്തോടെ പ്രസംഗിക്കുമ്പോൾ മനുഷ്യൻ നിന്നെ പരിഹസിച്ചേക്കാം. ദൈവത്തിന്റെ ധനത്തിന്റെ ഉപദേശം, ദൈവിക കരുതലിന്റെ ഉപദേശം, ദൈവിക സമൃദ്ധിയുടെ ഉപദേശം എന്തുമായിക്കൊള്ളട്ടെ, ദൈവിക വിശുദ്ധിയുടേതായിരുന്നാലും, ദൈവിക നിത്യതയുടേതായിരുന്നാലും, ദൈവിക സമൃദ്ധിയുടേതായിരുന്നാലും, ദൈവിക രോഗശാന്തിയുടേതായിരുന്നാലും, ദൈവിക കരുതലിൻ്റെതായിരുന്നാലും, നീ പ്രസംഗിക്കുന്ന ദൈവിക ഉപദേശം മുഖാന്തരം നീ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അധൈര്യപ്പെടരുത്. യേശു കർത്താവിന്റെ ഉപദേശത്തെ പരിഹസിച്ചോ, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ പരിഹസിച്ചോ, എവിടെയൊക്കെ
എവിടെയൊക്കെ ട്രൂ ഡോക്ട്രിൻസ് ഡെപ്ത് ഓഫ് ദ റെവലേഷൻ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ മോക്കറി, അവിടെയൊക്കെ പരിഹാസം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നീ നിന്ദിക്കപ്പെടുമ്പോൾ നിന്നെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ദ ഫസ്റ്റ് ലെവൽ ഓഫ് ഹ്യൂമിലിയേഷൻ, മോക്കറി, അത് സ്പിരിച്വാലിറ്റിയിലാണ്. നിന്റെ ആരാധനയ്ക്കകത്ത് നീ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രകടനത്തിനകത്ത്, ഉപദേശത്തിന് വേണ്ടി, കണ്ടോ, സ്പിരിച്വാലിറ്റിയുടെ 4 വിധമായിട്ടുള്ള അപമാനങ്ങളാണ് പറഞ്ഞത്. അതിനി താഴേക്ക് വരുമ്പോൾ അതിന്റെ വ്യത്യസ്തമായ വേറെ ഒരു തലം പറയാം. സ്പിരിച്വാലിറ്റിയുടെ 4 അപമാനങ്ങൾ. ഒന്ന്, നിന്റെ എക്സ്പ്രഷൻ ഓഫ് ഗോഡ്, ദ എക്സ്പ്രഷൻ ഓഫ് ലവ്, ദൈവസന്നിധിയിൽ നിന്റെ സ്നേഹത്തെയും സങ്കടത്തെയും നീ പ്രദർശിപ്പിക്കുമ്പോൾ. 2, സ്തോത്രം, നീ കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിൽക്കുമ്പോൾ. 3, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുമ്പോൾ. 4, ഉപദേശത്തെ നീ വിളിച്ചു പറയുമ്പോൾ നീ നിന്ദിക്കപ്പെടും. എന്നാൽ നിന്നയെ കടാക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് യെരമ്യാവ് എനിക്കും നിങ്ങൾക്കും കാണിച്ചു തരുന്നത്. രണ്ടാമതായി, സ്തോത്രം, സ്പിരിച്വാലിറ്റിയുടെ ഹ്യൂമിലിയേഷൻ. രണ്ടാമതായി ശ്രദ്ധിക്കുമ്പോൾ, അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ശമൂവേലിന്റെ അടുത്തതായിട്ടുള്ള ഒരു നിന്ദയെ കുറിച്ച് പഠിക്കാം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിലേക്ക്, ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, 2 സാമുവേൽ ചാപ്റ്റർ 17, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏലാ താഴ്വരയില് ഗോലിയാത്തും ഇസ്രായേലുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഗോലിയാത്തിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ട്, വേലുണ്ട്, അമ്പുണ്ട്, അവന്റെ ചുറ്റുമുള്ള ആയുധങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഗോലിയാത്തും ഇസ്രായേലും തമ്മിലുള്ള ആ യുദ്ധത്തിനകത്ത് ഒറ്റ അമ്പും എയ്തിട്ടില്ല, ഒറ്റ വാളും ഉപയോഗിച്ചിട്ടില്ല, ഒറ്റ ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ചില്ല. പകരം ഈ 40 ദിവസങ്ങളെ ഗോലിയാത്ത് ഇസ്രായേലിനെ ഉപദ്രവിച്ചത് മുഴുവൻ എങ്ങനെയാണെന്നറിയാമോ? 17-ാം അധ്യായം 25-ാം വാക്യം, 17-ാം അധ്യായം 26-ാം വാക്യം, 17-ാം അധ്യായം 36-ാം വാക്യം, 17-ാം അധ്യായം 42-ാം വാക്യം, 17-ാം അധ്യായം 45-ാം വാക്യം. എന്റെ സഹോദരങ്ങളെ, 17-ാം അധ്യായത്തിന്റെ 5 വാക്യങ്ങളിൽ 25, 26, 36, 42, 45 ഈ 5 വാക്യങ്ങളിൽ ആവർത്തിച്ച് ഗോലിയാത്തിന്റെ ഒരു ആയുധത്തെയാണ് പറയുന്നത്. എന്താണ് അതിലെ ഒറ്റ വാക്ക് മാത്രം ഞാൻ കേൾപ്പിക്കാം. 25-ാം വാക്യം, എന്നാറെ ഇസ്രായേലിൽ വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുവോ, അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. കണ്ടോ, ഒരു സൈന്യവുമായിട്ട്, വാളുമായിട്ട്, കുന്തവുമായിട്ട്, വേലുമായിട്ട്, പരിചയമായിട്ട്, ഒരു ഫുൾ ആർമിയുമായിട്ട് ഫിലിസ്തീനായിരിക്കുന്ന ഗോലിയാത്ത് വന്നു നിൽക്കുമ്പോൾ, ഗോലിയാത്ത് എന്തിനാ വന്നിരിക്കുന്നത്? ഇസ്രായേലിനെ അധിനിവേശം ചെയ്യാനാണോ? ഇസ്രായേലിനെ ഇൻവൈഡ് ചെയ്യാനാണോ? ഇസ്രായേലിനെ സബ്ഡ്യൂ ചെയ്യാനാണോ? ഒന്നുമല്ല. അവിടെ പറയുകയാണ്, അവൻ ഇസ്രായേലിനെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു. ഒരു ശത്രു ഇസ്രായേലിനെതിരെ വരുമ്പോൾ അവൻ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ആത്മമണ്ഡലത്തിൽ നിനക്കെതിരെ ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ നിനക്കെതിരെ ശത്രുബലം എഴുന്നേൽക്കുമ്പോൾ അവൻ നിന്നെ നിന്ദിക്കുവാൻ നോക്കും. ഇന്ന് രാത്രികാലം വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, നിനക്കെതിരെ ശത്രു എഴുന്നേറ്റ് വന്ന് നിന്നയുടെ വാക്ഷരങ്ങൾ എയ്യുമ്പോൾ, നിന്നയുടെ തീയമ്പുകൾ നിനക്കെതിരെ തൊടുത്തു വിടുമ്പോൾ, നിന്നയുടെ വാളുകൾ നിനക്കെതിരെ വീശുമ്പോൾ, യെരമ്യാവ് വിളിച്ചു പറയുകയാണ്, ദൈവമേ, നീ നിന്ദിക്കപ്പെട്ടവനെ, നിന്നയെ കടാക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി പറഞ്ഞാട്ട്, നിന്നയെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. സഹോദരങ്ങളെ, ഒരു ഭാഗത്തു മാത്രമല്ല, ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ മാത്രമല്ല, നിങ്ങൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 19-ാം അധ്യായം, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സ്തോത്രം, സെൻഹരീബ് അയക്കുന്ന രബ്ശാക്കെ എന്ന ഒരു അശൂര്യ രാജാവിനെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെയും അവൻ പരിഹസിക്കുകയാണ്, അവന് ശത്രുവാണ്. 2 രാജാക്കന്മാർ 19-ലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ രബ്ശാക്കയെ അവന്റെ യജമാനായ അശൂർ രാജാവ് അയച്ചു പറയിക്കുന്ന വാക്കൊക്കെയും. കണ്ടോ, അവിടെയും നിന്നയാണ് പറയുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 19-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം, അതിന്റെ 6-ാം വാക്യം, അതിന്റെ 16-ാം വാക്യം, ഈ 3 വാക്യങ്ങളിലേക്കും നമ്മൾ ഒരേ രീതിയിൽ ശ്രദ്ധിച്ചാൽ ഈ 3 വാക്യങ്ങളിലും ആവർത്തിച്ചു പറയുന്നത്, അശൂർ രാജാവ് നിന്ദിക്കുവാൻ തക്കവണ്ണം റബ്ശാക്കെ അയച്ചു. ഇന്ന് രാത്രികാലം ദൈവ പൈതലേ, ചില ഭാഗത്തുനിന്ന് നിനക്കെതിരെ നിന്നയുടെ വാക്കുകൾ വരുമ്പോൾ അത്
നിന്റെ ശുശ്രൂഷയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്, അത് നിന്റെ സഭയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്, അത് നിന്റെ കുടുംബത്തിനെതിരെയുള്ള പോരാട്ടമാണ്, അത് നിന്റെ തലമുറയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്, അത് നിന്റെ പ്രൊഫഷനെതിരെയുള്ള പോരാട്ടമാണ്. ആ നിന്ദയിൽ നീ വാടി പോകരുത്, ആ നിന്ദയിൽ നീ കലങ്ങി പോകരുത്. ഇന്ന് രാത്രികാലം ഹൃദയം തുറന്ന് അതരം തുറന്ന് പറഞ്ഞാട്ട്, ഏതൊക്കെ നിന്ദയുടെ വാക്കുകൾ വന്നാലും, ഏതൊക്കെ നിന്ദയുടെ വാക്സരങ്ങൾ എനിക്കെതിരെ ചെയ്താലും ശത്രു എന്നെ ജയിക്കത്തില്ല. ഇന്ന് രാത്രി ആരുടെയെങ്കിലും നിന്ദയുടെ വാക്ക് കേട്ട്, ആരുടെയെങ്കിലും നിന്ദയുടെ ശബ്ദം കേട്ട് നിന്റെ മനസ്സ് കലങ്ങിപ്പോയെങ്കിൽ, നിന്റെ ഹൃദയം കലങ്ങിപ്പോയെങ്കിൽ, യെരമ്യാ 1:11 ഇന്ന് രാത്രി നിന്നോട് പറയുകയാണ്, നിന്റെ നിന്ദയെ കടാക്ഷിക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അവനും ഇവനും നിന്നെ തകർക്കാൻ നിന്നയുടെ ഏതൊക്കെ വാക്കുകൾ പറഞ്ഞാലും, അവനും ഇവനും നിന്നെ അപമാനിക്കാൻ നിന്നയുടെ ഏതൊക്കെ വാക്കുകൾ പറഞ്ഞാലും, നിന്റെ മനസ്സിടിയരുത്, നിന്റെ ശുശ്രൂഷയിൽ നീ പിൻവലിയരുത്, നിന്റെ ജീവിതത്തിൽ നീ പോയി പിന്മാറരുത്, നിന്റെ ഉപജീവനത്തിൽ നീ മടുത്തു പോകരുത്, നിന്റെ കുടുംബ ജീവിതത്തിൽ നീ തകരരുത്, നിന്റെ യൗവനത്തിൽ നീ മടുത്തു പോകരുത്. Be courageous in the presence of God. Be bold in the society. നീ സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കുക, നീ ദേശത്ത് തല ഉയർത്തി നിൽക്കുക. നിന്നെ നിന്ദിക്കുന്ന, നിന്റെ ജീവിതത്തെ നിന്ദിക്കുന്ന, നിന്റെ ശുശ്രൂഷയെ നിന്ദിക്കുന്ന, നിന്റെ കുടുംബത്തെ നിന്ദിക്കുന്ന, നിന്റെ മക്കളെ നിന്ദിക്കുന്ന ആര് നിനക്കെതിരെ വിരൽ ചൂണ്ടുന്നെങ്കിലും അവൻ എവിടെയോ നിന്നെ ഭയപ്പെടുന്നു എന്നാണ് അതിന്റെ കാരണം. ഞാൻ ആവർത്തിക്കട്ടെ, നിന്റെ ശുശ്രൂഷയെ നിന്ദിക്കുന്നവൻ നിന്റെ ശുശ്രൂഷയെ ഭയപ്പെടുന്നു, നിന്റെ സഭയെ നിന്ദിക്കുന്നവൻ നിന്റെ സഭയെ ഭയപ്പെടുന്നു, നിന്റെ കുടുംബ ജീവിതത്തെ നിന്ദിക്കുന്നവൻ നിന്റെ അനുഗ്രഹത്തെ കണ്ട് ഭയപ്പെടുന്നു, നിന്റെ പ്രൊഫഷനെ നിന്ദിക്കുന്നവൻ നിന്റെ ബ്ലെസ്സിങ്ങിനെ, നിന്റെ ഉയർച്ചയെ ഭയപ്പെടുന്നു. എവിടെയോ അവൻ നിന്നെ ഭയപ്പെടുന്നുണ്ട്, എവിടെയോ അവൻ നിന്നെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ നിന്ദയുടെ വാക്സരങ്ങൾ നിനക്കെതിരെ എയ്യുന്നത്. ഇന്ന് രാത്രികാലം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, അവൻ എനിക്കെതിരെ നിന്ദയുടെ വാക്സരങ്ങൾ എയ്യുന്നത് അവൻ എന്നിൽ എന്തോ ഒന്ന് സ്പെഷ്യലായി കണ്ടതുകൊണ്ട്, അവൻ എന്നെ എവിടെയോ ഭയപ്പെടുന്നത് കൊണ്ടാണ്. കണ്ടോ, ഒന്ന്, ഒരു മനുഷ്യന്റെ ആത്മീയത അവനെ നിന്ദാപാത്രമാക്കി തീർക്കും. 2, ഒരു മനുഷ്യനെതിരായി ശത്രു എഴുന്നേറ്റാൽ അവൻ നിന്ദിക്കപ്പെടും. ഇന്ന് രാത്രി നിനക്കെതിരെ ഒരു നിന്ദയുടെ വാചകം ഒരുത്തൻ തൊടുത്തു വിടുന്നെങ്കിൽ എവിടെയോ അവന്റെ ഉള്ളത്തിൽ നിന്നോടൊരു ശത്രുതയുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. മൂന്നാമതൊരു ഭാഗം പറയാം, രസകരമായി ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും. സ്തോത്രം. സഹോദരങ്ങളെ, ചിലരൊക്കെ നിങ്ങളെ നിന്ദിക്കുമ്പോൾ നിങ്ങൾ അങ്ങ് അധൈര്യപ്പെട്ടു പോകരുത്. അത് എന്താണ് കാരണമെന്നറിയാമോ? സ്തോത്രം. നിങ്ങൾ അതിനകത്തൊന്നും അധൈര്യപ്പെടരുത്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പരിഹാസിയെ നമുക്ക് കാണാൻ കഴിയും, ഒരു നിന്ദിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 4-ാം വാക്യം പ്രധാനമായിട്ട് വായിക്കാം. അങ്ങനെ അവൻ ഹാഗാറിന്റെ അടുക്കൽ ചെന്നു, അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദയായി. സ്തോത്രം. താൻ ഗർഭം ധരിച്ചു എന്ന് കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദയായി. ഹാഗാറെ, നീ എന്താ യജമാനത്തിയെ നിന്ദിക്കുന്നത്? ഹാഗാറെ, നീ എന്താ സാറായിയെ നിന്ദിക്കുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. സ്തോത്രം. അല്പനർത്ഥം ലഭിച്ചാൽ അർദ്ധരാത്രിക്ക് കുടം പിടിക്കും. ഇതുപോലെ ഞാൻ പറയുകയാണ്, അല്പന നന്മ ഉണ്ടാകുമ്പോൾ അവന്റെ അകത്തുണ്ടാകുന്ന നിഗളത്തിനകത്തുനിന്ന്, അവന്റെ അകത്തുണ്ടാകുന്ന അഹങ്കാരത്തിനകത്തുനിന്ന് അവൻ മറ്റുള്ളവരെ നിന്ദിക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, ചിലരുടെ മേൽ ലഭിച്ച നന്മയോ, അവർക്ക് എന്തെങ്കിലും ലഭിച്ച ഒരു പ്രോസ്പെറിറ്റിയോ, അവർക്ക് എന്തെങ്കിലും ലഭിച്ച ഒരു ഹൈപ്പോ, ആമേൻ, നിന്നെ നിന്ദിക്കാൻ. കണ്ടോ, ആരെയാ നിന്ദിക്കുന്നത്? ഇന്നലെ വരെ യജമാനത്തി എന്ന് വിളിച്ചുകൊണ്ടിരുന്നവൾ ഇന്നിപ്പോൾ സാറായെ പരിഹസിക്കുകയാണ്. എന്താ സാറായെ പരിഹസിക്കുന്നത്? ആൻസർ സിമ്പിൾ ആണ്. ദാസി യജമാനത്തിയായാൽ, വിലക്ഷണയ്ക്ക് വിവാഹം നടന്നാൽ ഇന്ന് രാത്രി നീ അധൈര്യപ്പെട്ടു പോകരുത്. പക്ഷേ ഹാഗാറേ, നിന്റെ നിന്ന, നിന്റെ പരിഹാസം അത് എവിടെ വരെ ചെല്ലുമെന്ന് പിന്നീടുള്ള അധ്യായങ്ങൾ പറയുകയാണ്. ഇന്ന് രാത്രി എവിടെയോ ഒരല്പം അർത്ഥം ലഭിച്ചെന്ന്, എവിടെയോ എന്തെങ്കിലും ഒക്കെ ഒന്ന് ആയിത്തീർന്നെന്നുള്ള തോന്നലിൽ, സ്തോത്രം, നമ്മുടെ നാട്ടിൽ പറയും തലമറന്ന് എണ്ണ തേക്കുമെന്ന് പറയും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, എവിടെയോ ഒക്കെ വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞതുപോലെ, അല്പനർത്ഥം ലഭിച്ചതുപോലെ ചിലരൊക്കെ കയറി വന്നു കഴിയുമ്പോൾ, സ്തോത്രം, നിന്നെ പുച്ഛിക്കുന്നുണ്ടായിരിക്കാം,
നിന്നെ അപമാനിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ ധൈര്യത്തോടെ ദൈവസന്നിധാനത്തിങ്കൽ നിൽക്ക. നീ ധൈര്യത്തോടെ ദൈവസന്നിധാനത്തിങ്കൽ നിൽക്ക. എന്റെ സഹോദരങ്ങളെ, അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ സാറായി അബ്രാമിനോട്, എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി. സ്തോത്രം. കണ്ടോ, ഇവിടെ സാറായിയെ പരിഹസിക്കുന്ന ആ പരിഹാസത്തിന് പറയുന്ന ഒരു പേര് കണ്ടോ, അന്യായം എന്നാണ് പറയുന്നത്. അന്യായം. ആ പരിഹാസത്തിന്റെ പേര് അന്യായം എന്ന അല്പന അർത്ഥം ലഭിച്ച് അവൻ ഇവളെ പരിഹസിക്കുമ്പോൾ അതിന് അന്യായം എന്ന് പറയുക. എന്നിട്ട് അടുത്തത് പറയുകയാണ്, എന്നാൽ താൻ ഗർഭം ധരിച്ചുവെന്ന് കണ്ടപ്പോൾ അവൻ അന്യായത്തിന് നീ ഉത്തരവാദി, നീ ഉത്തരവാദി, നീ ഉത്തരവാദി. സ്തോത്രം. ഇന്ന് രാത്രി നിന്നെ അല്പൻ നിന്നെ നിന്ദിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒരു ഉത്തരവാദി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാട്ട്. അല്പൻ നിന്നെ നിന്ദിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒരു ഉത്തരവാദിയുണ്ട്. തീർന്നില്ല. അതിന്റെ അടുത്ത ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ താൻ ഗർഭം ധരിച്ചുവെന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി. കണ്ടോ, ഹാഗാർ ഇപ്പോൾ യജമാനത്തിയെ നിന്ദിക്കുകയാ. പക്ഷേ അതിന്റെ നടുവിലും സാറായി കലങ്ങി പോകുന്നില്ല. സാറായി അടുത്തതായിട്ടൊരു വാക്ക് പറഞ്ഞു. സാറായി അബ്രാമിന്റെ അടുക്ക പറഞ്ഞു, നീയാ ഉത്തരവാദി. പക്ഷേ ഉത്തരവാദി നീയാ, പക്ഷേ നീ ഉത്തരവാദിത്വം ഒന്നും എടുക്കണ്ട. ആ വാക്യം ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്, യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, അകാരണമായി അന്യായമായി നീ നിന്ദിക്കപ്പെട്ടാൽ നിന്റെ ഹൃദയം കലങ്ങി പോകരുത്. അന്യായമായി നീ നിന്ദിക്കപ്പെട്ടാൽ നിന്റെ മനസ്സ് വാടി പോകരുത്. അന്യായമായി നിന്ദിക്കപ്പെട്ട സാറായി പറയുന്ന വാക്ക് ഇതാണ്, നീ എനിക്ക് ഉത്തരവാദി, യഹോവ എനിക്ക് ന്യായം വിധിക്കും. കണ്ടോ, ഉത്തരവാദി ആരും ആയിക്കൊള്ളട്ടെ, പക്ഷെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നിന്റെ നിന്ദയുടെ നടുവിൽ നീ ഹൃദയം കലങ്ങി പോകരുത്. നിന്റെ നിന്ദയുടെ നടുവിൽ നിന്റെ മനസ്സ് വാടി പോകരുത്. നിന്റെ നിന്ദയുടെ നടുവിൽ നിന്റെ ചങ്ക് പിടയ്ക്കരുത്. നിന്റെ നിന്ദയെ കടാക്ഷിച്ച് നിനക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറ. ദൈവ പൈതലേ, നിന്റെ നിന്ദയുടെ നടുവിൽ നിന്റെ നിന്ദയെ കടാക്ഷിച്ച് നിന്റെ നിന്ദയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവം. കണ്ടോ, യെരമ്യാവ് പറയുകയാണ്, എന്റെ നിന്ദയെ കടാക്ഷിക്കുന്ന ഒരു ദൈവം. സാറാ പറയുകയാണ്, ഈ എന്റെ നിന്ദയുടെ നടുവിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവം. ആമേൻ. അവൻ നിന്ദിക്കട്ടെ, പക്ഷേ ന്യായം വിധിക്കുന്നത് ദൈവമാണ്. ആമേൻ. അല്പൻ നന്മ ലഭിച്ചപ്പോൾ താണവൻ ഉയർന്നപ്പോൾ ഉയർന്നവനെ പരിഹസിക്കുകയാണ്. എന്നാൽ ആ പരിഹാസത്തിന്റെ നടുവിൽ സാറായിയുടെ മുഴങ്കാലുകൾ വിറയ്ക്കുന്നില്ല. സാറായി പറയുകയാണ്, എനിക്ക് പ്രത്യക്ഷനായി ഞാൻ എന്റെ സ്വഗ്രഹം വിട്ട് ഇറങ്ങി തിരിച്ചത് ഒരു ദൈവത്തിന്റെ വാക്ക് കേട്ടത് മുഖാന്തരമാണ്. ദൈവത്തിൽ വിശ്വസിച്ചത് മുഖാന്തരമാണ്. കാലചക്രത്തിൽ പലരും താണവർ ഉയർച്ച പ്രാപിച്ചപ്പോൾ, നൊടിയിടയ്ക്കുള്ളിൽ പലതൊക്കെ സാധിച്ചു എന്ന് തോന്നിയപ്പോൾ എന്നെ പുച്ഛമായി തോന്നിയേക്കാം. ഇന്ന് രാത്രി ഈ ദൂത് ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പറയുന്നുവെങ്കിൽ തന്നെ ഇത് ചാട്ടുളി പോലെ ചില ഹൃദയങ്ങൾക്കകത്ത് എരച്ചു കയറുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഈ പറയുന്ന ഹാഗാറിന്റെ സ്ഥാനത്ത് ചില മുഖങ്ങളെ വ്യക്തമായി കാണുന്ന ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം പരിശുദ്ധാത്മാവ് ഈ ദൂതിനെ ഒരു സ്മോക്കി ആയിട്ട്, ഒരു ക്ലൗഡി ആയിട്ടല്ല വിടുന്നത്, ഒരു ലേസർ പോലെ വ്യക്തിപരമായി പോയിന്റ് ചെയ്യുന്ന ഒരു ദൂതാണിതെന്ന് നല്ല തിരിച്ചറിവോടുകൂടെ തന്നെയാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ആമേൻ. നീ ഹാഗാറിന്റെ നിന്ദയൊന്നും കേട്ട്, നീ കുറെ നാളായില്ലേ ജർമ്മനി വന്നിട്ട്, നീ കുറെ നാളായില്ലേ ദുബായ് വന്നിട്ട് നീ ഇത്ര നാളായി, പക്ഷെ ഞാൻ വന്നിട്ട് 6 മാസമായപ്പോഴത്തേക്ക് ഞാനിങ്ങ് മേളിലത്തെ തട്ടിക്കേറി, നീ ഇത്രയും നാളായിട്ട് ഇവിടെ കിടന്ന് ഉരുണ്ടിട്ട് വല്ലോ നടന്നോ എന്ന് നിനക്കെതിരെ അപമാനത്തിന്റെ വാക്കുകളെ എറിയുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ നിന്ദയെ കടാക്ഷിച്ച് നിനക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. നിന്ദയുടെ അടുത്ത ഭാഗം 1 സ്പിരിച്വാലിറ്റി, 2 എൻമിറ്റി, 3 താണവന്റെ യോഗ്യമല്ലാത്ത ഉയർച്ച. 4ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം, എന്നാൽ ഹോരോന്യനായ സെൻബല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗേശേമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ച് നിന്ദിച്ചു.
നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, അവരെ നിന്ദിക്കുക. ഇനിയും അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം, 2-ാം അധ്യായത്തിൽ ശാന്തമായ പരിഹാസമാണ്. പക്ഷെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര സ്ട്രോങ് പരിഹാസമാണ്. 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യം, ഞങ്ങൾ മതിൽ പണിയുന്നുവെന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഞാൻ മുൻപേ പറഞ്ഞില്ലേ, ഗോലിയാത്ത്, സൻഹരീബ് ഇവരൊക്കെ നിന്ദിക്കുന്നതിന്റെ പിമ്പിൽ ഭയങ്കരമായ എൻമിറ്റിയാണ്. ഇപ്പോൾ ഇവിടെ ഈ നിന്ദയുടെ പിമ്പിൽ ഭയങ്കര കോപവും രോഷവും പൂണ്ട് എന്നാണ് പറയുന്നത്. കോപവും രോഷവും പൂണ്ട്, കോപവും രോഷവും പൂണ്ട് നിന്ദിച്ചു. വെറുതെ തമാശനുള്ളതൊന്നുമല്ല, അകത്ത് കിടക്കുന്ന കോപവും രോഷവുമാണ്. എന്റെ സഹോദരങ്ങളെ, എവിടെയെങ്കിലും ഒക്കെ കാണുന്നവരെ ഒക്കെ പരിഹസിക്കുന്നവരെ നിങ്ങൾ കണ്ടാൽ അകത്ത് കിടക്കുന്ന കോപമാണ് അത് ചെയ്യിക്കുന്നത്. എന്നിട്ട് അതിന്റെ 2-ാം വാക്യത്തിലേക്ക് പറയുകയാണ്, ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർക്കുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവര് കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്ക പറഞ്ഞു. അത് മാത്രമല്ല, അടുക്കൽ നിന്നിരുന്ന തോബിയാവ് പറയുക, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴും. കണ്ടോ, രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കമന്റ് അടിക്കുക. സൻബല്ലത്ത് പറയും, ഈ ദുർബലന്മാരെന്തോ പണിയാൻ പോവുക, ഇവന്മാരിപ്പം ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് ജീവിപ്പിക്കുമോ? തോബിയാവ് അപ്പുറത്ത് നിന്ന് പറയും, ഇനി ഇവന്മാരൊക്കെ പണിതാലും കുറുക്കൻ കയറിയാൽ താഴെ വീഴും എന്ന് പറഞ്ഞാൽ പണിയാൻ അറിയത്തില്ല. എത്ര വലിയ കല്ല് കയറ്റി വെച്ച് പണിതാലും ചടപടപടപടപടപടന്ന് താഴെ വീഴും. ഹോ, ഇതെന്താ പറയുന്നത്? സൻബല്ലത്ത് പറയുകയാണ് ഇവർക്ക് ബലമില്ല. തോബിയാവ് പറയാ ഇവർക്ക് ബുദ്ധിയില്ല. സെൻബല്ലത്ത് പറയുന്നത് ദുർബലന്മാരെന്തോ പണിയാൻ പോകുന്ന. തോബിയാവ് പറയുന്നത് ഇവര് എങ്ങനെയും ഒക്കെ പണിത് വെച്ചാലും ഇവർക്ക് ബുദ്ധിയില്ല, കല്ലടുക്കാൻ അറിയത്തില്ല. രണ്ടുപേര് 2 സൈഡാ പറയുന്നത്. ഒരാൾ പറയുന്നത് പണമില്ലെന്ന്, ഒരാൾ പറയുന്നത് കഴിവില്ലെന്ന്, മറ്റൊരാൾ പറയുന്നത് അവന് ബുദ്ധിയില്ല, ബോധമില്ല. ഈ പരിഹാസത്തിന്റെ നടുവിൽ 52 ദിവസങ്ങൾ കൊണ്ട് ആ മതിലിനെ പണിത് തീർത്ത് കതകുകൾ വെച്ച് അറ്റകുറ്റം തീർത്ത് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ പൊന്നു ദൈവ പൈതലേ, നിനക്ക് പലതും ഇല്ലെന്ന് പറഞ്ഞ് മനുഷ്യൻ കളിയാക്കും. നിനക്ക് ബലമില്ല, നിനക്ക് കഴിവില്ല, നിനക്ക് പ്രാപ്തിയില്ല, നിനക്ക് പണമില്ല. അതിനൊക്കെ ഓരോ ടെക്നിക്കാലിറ്റി ഉണ്ട്, അതിനൊക്കെ ഒരു സ്കില്ല് വേണം, അതിനൊക്കെ പ്രസംഗിക്കാൻ അറിയണം, അതിനൊക്കെ പാടാൻ കഴിവ് വേണം, അതിനൊക്കെ ശുശ്രൂഷിക്കാൻ ഒരു പ്രത്യേക ഇത് വേണം, സഭ നടത്തണമെങ്കിൽ അതിനു വേണ്ടി ഒരു ഇത് വേണം, എല്ലാറ്റിനും ഒരു ഇത് വേണം. അല്ലാതെ ഇവനൊക്കെ എന്തോ ഉണ്ട്, ഇവന്റെയൊക്കെ കുടുംബത്തിൽ എത്ര ഭാഷന്മാരുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ 64 ഭാഷന്മാരുണ്ട്, ഇവന്റെ കുടുംബത്തിൽ ഇത് വല്ലതും ഉണ്ടോ? ഇവൻ എവിടുത്തെ സഭാപരിചയമുള്ളത്? ഇവൻ എന്തോ അറിവാ ഉള്ളത്? ഇവൻ എങ്ങനെ നടത്തുമെന്നാ പറയുന്നത്? കഴിവില്ലെന്ന് പറയുന്ന സെൻബല്ലത്തും ബോധമില്ലെന്ന് പറയുന്ന തോബിയാവും രണ്ടുപേരും കൂടെ നിന്ന് യഹൂദനെ പരിഹസിക്കുക. അകത്ത് കിടക്കുന്ന കോപവും രോഷവും ഒക്കെ നിന്നയുടെ വാചകങ്ങളായിട്ട് പുറത്തു വരികയാണ്. പക്ഷെ നീ അധൈര്യപ്പെട്ടു പോകരുത്. സെൻബല്ലത്ത് പരിഹസിച്ചാലും തോബിയാവ് പരിഹസിച്ചാലും 52 ദിവസങ്ങൾ കൊണ്ട് ദൈവം പണി തീർക്കും. നിങ്ങൾക്കറിയാമോ, പിൽക്കാലത്ത് ഈ ആലയം പണിതു തീരുന്ന സമയത്ത് ഈ സെൻബല്ലത്തും തോബിയാവും ഒക്കെ അവരുടെ കുടുംബക്കാരിൽ ചിലരെ ഈ നഗരത്തിനകത്ത് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഒന്ന് താമസിപ്പിക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയാണ്. നിനക്കെതിരെ പരിഹാസ വാക്കുകൾ ചൊരിയുന്നവർ നാളെ നിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനകത്ത്, നാളെ നിന്റെ സെറ്റിൽമെന്റിനകത്ത് ഒരവസരത്തിന് കാത്തു നിൽക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ ദൈവ പൈതലേ? ഇന്ന് രാത്രി അത് വിശ്വസിക്കണം. ഇന്ന് രാത്രി നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. എന്റെ സഹോദരങ്ങളെ, നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകം നിങ്ങൾ വീട്ടിൽ ചെന്ന് പിന്നീട് വായിച്ചാൽ മതി. നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോയാദയുടെ പുത്രന്മാരിൽ മഹാപുരോഹിതനായി എല്യാശീബിന്റെ മകൻ ഹോരോന്യനായ സെൻബല്ലത്തിന്റെ മരുമകനായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ എന്റെ അടുക്കൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. അപ്പൊ ഈ സെൻബല്ലത്ത് കുറെ നാൾ ഇവനെ കളിയാക്കി. ഇവന് കഴിവില്ല, പ്രാപ്തിയില്ല, ബുദ്ധിയില്ല, ബോധമില്ല, ഇവനെന്തോ കാണിക്കുന്ന. പക്ഷെ കുറെ നാൾ കഴിഞ്ഞ് പണി നടന്നപ്പോൾ സെൻബല്ലത്ത് തന്റെ മരുമകനെ പറഞ്ഞു വിട്ട് നെഹമ്യാവ് മിടുക്കനാ, അവന്റെ കൂടെ പോയി നിന്നോ, നീ കാര്യം നടക്കുമെന്ന്. പക്ഷെ നെഹമ്യാവ് അവനെ ഓടിച്ചു വിട്ടു. ഇവന്റെ ഹിസ്റ്ററി അറിയാവുന്നതുകൊണ്ട് നെഹമ്യാവ് ഓടിച്ചു വിട്ടതല്ല ഞാൻ പറയാൻ വരുന്ന കാര്യം. കണ്ടോ, ഈ സെൻബല്ലത്ത് ഒരു കാലത്ത് ഈ ദുർബലന്മാര്, പൊട്ടന്മാര്, ബോധമില്ലാത്തവരെന്ന് പറഞ്ഞ് പരിഹസിച്ച ഇതേ നെഹമ്യാവിന്റെ അടുക്കൽ ദൈവം
ഈ സൻബല്ലത്തിന്റെ മരുമകനെ കൊണ്ടു നിർത്തി. ഇന്ന് രാത്രി വിശ്വസിക്ക്, നിന്നെ പരിഹസിച്ചവന്റെ തലമുറ നിന്റെ കാൽക്കൽ വരും. ശൗല് പരിഹസിച്ചു ദാവീദിനെ. പക്ഷേ ശൗലിന്റെ കൊച്ചുമകൻ മെഫീബോശേത്ത് ലോ ദേബാർ എന്ന് പറഞ്ഞാൽ പ്ലേസ് വിത്തൗട്ട് നോ പാസ്റ്റേഴ്സ്, ഒരു വിധയും കൊയ്ത്തുമില്ലാത്ത നന്മയില്ലാത്ത ലോ ദേബാരിൽ നിന്ന് ഈ മെഫീബോശേത്തിനെ വണ്ടി വിട്ട് കൊണ്ടുവന്ന് തന്റെ മേശയിങ്കൽ ഇരുത്തി ഭക്ഷണം കൊടുത്തു ദാവീദ്. നീ അധൈര്യപ്പെടരുത്. ഇന്ന് നിന്നെ നിന്ദിക്കുന്നവന്റെ തലമുറകൾക്ക് നാളെ ചോറ് കൊടുക്കാൻ ദൈവം നിന്നെ പ്രാപ്തനാക്കും. നീ അധൈര്യപ്പെട്ടു പോകരുത് ദൈവവൈതലേ. ഇവിടെ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ പരിഹാസമാണ്. എന്താ? ഈ ദുർബലന്മാരെന്തോ പണിയാൻ പോകുന്നു. ഈ അറിവില്ലാത്തവർ എന്ത് ചെയ്യാൻ പോകുന്നു? എന്റെ സഹോദരങ്ങളെ, നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ കഴിവില്ലായ്മ, നമ്മുടെ പണമില്ലായ്മ, നമ്മുടെ സാമ്പത്തിക അരക്ഷിതത്വം, നമ്മുടെ ബന്ധങ്ങളില്ലായ്മ, നമ്മുടെ പാരമ്പര്യമില്ലായ്മ, ഇതൊക്കെ ചൂണ്ടിക്കാട്ടി മനുഷ്യൻ നമ്മളെ വലിച്ചു കീറുമ്പോൾ യെരമ്യാവ് പറയുകയാണ്, ദൈവമേ എന്റെ നിന്നയെ കടാക്ഷിക്കണമേ. ഇന്ന് രാത്രി the Lord shall consider your humiliation. The Lord shall consider your humiliation. ഇന്ന് രാത്രി വിശ്വസിക്ക. എന്റെ സഹോദരങ്ങളെ, ഞാൻ അടുത്ത ഒരു ഭാഗത്തിലേക്ക് പോകാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം. ഈ ഒരു ഭാഗം നിങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കണമേ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു അപമാനത്തെ നമുക്ക് കാണുവാൻ കഴിയും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എലീശ പ്രവാചകൻ പരിഹസിക്കപ്പെടുകയാണ്. എലീശ പ്രവാചകനെ പരിഹസിക്കുന്ന ഭാഗമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. ഏലിയാവ് എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം 1 Kings chapter 2 verse 23, 2 Kings chapter 2 verse 23. പിന്നെ അവൻ അവിടെ നിന്ന് ബേഥേലിലേക്ക് പോയി. അവൻ വഴിയിൽ നടക്കുമ്പോൾ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ, അവൻ വഴിയിൽ നടക്കുമ്പോൾ and he was going up by the way. അവൻ ആ വഴിയിൽ തന്നെ നടക്കുമ്പോൾ there came forth little children out of the city and mocked him and said unto him, go up thou Baal-herd, go up. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് മുട്ടത്തലയ കയറി വായെന്ന. പക്ഷെ മലയാളത്തിൽ മാത്രമേ അങ്ങനെ ഒരു പിശക് പറ്റിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഭാഷയിലും ഇംഗ്ലീഷിന്റെ ഏത് വെർഷൻ എടുത്താലും പറയുന്നത് ഗോ അപ്പ്, മുട്ടത്തലയ കയറി പോയെന്നാ പറയുന്നത്. അത് പരിഹസിച്ച് പറഞ്ഞെന്നാ പറയുന്നത്. എന്താണ് ഈ പരിഹാസം എന്നറിയാമോ? ഞാൻ ഈ പറയുന്ന ഒരു 3-4-5 മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. എലീശായെ പരിഹസിക്കുകയാണ്, കേറിപ്പോ മുട്ടത്തലയായ. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ബാലന്മാർ, നമ്മൾ പലപ്പോഴും ചോദിക്കുന്നാലും എലീശ കണ്ണി ചോരയില്ലാതെ പ്രവർത്തിച്ചല്ലോ എന്ന്. അല്ല, അതിന്റെ പിമ്പിൽ ഒരു വലിയ ഫാക്ട് ഉണ്ട്. കയറിപ്പോയെന്ന് പറയുന്നത് ഇത് എലീശ ഏലിയാവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് മടങ്ങി വരുന്ന വരവാണ്. നമുക്കറിയാം ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. പക്ഷെ നിങ്ങളൊക്കെ അറിയാമല്ലോ, എലീശ അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ ഏലിയാവിന്റെ ശിഷ്യന്മാരിൽ തന്നെ ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ബലശാലികളായ 50 പേരുണ്ട്, ഏലിയാവിനെ എവിടെയെങ്കിലും എറിഞ്ഞു കളഞ്ഞിട്ടുണ്ടാകുമോ എന്ന് നോക്കാമെന്ന്. അതവിടെ നിൽക്കട്ടെ, അത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചുകൊള്ളണം. അപ്പൊ ഏലിയാവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയതാണെന്ന് എലീശയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ നാട്ടുകാരെല്ലാം ഇപ്പൊ എന്താ പറയുന്നതെന്നറിയാമോ? ഒരുത്തൻ ഉണ്ടായിരുന്നു, ബാലിന്റെ പ്രവാചകന്മാരെയൊക്കെ ആക്ഷേപിച്ച് നടന്നവനാ, ബാല ദൈവം അല്ലെന്ന് പറഞ്ഞു നടന്നവനാ. പക്ഷെ കാറ്റടിച്ചു, മാടനടിച്ച് ഏലിയാവിനെ കൊണ്ടുപോയി. ഏലിയാവ് എലീശയുടെ യോർദാൻ കടന്ന് എങ്ങാണ്ട് പോയ വഴിക്ക് കാറ്റടിച്ചു ഏലിയാവിനെ എങ്ങാണ്ടോട്ട് എടുത്തോണ്ട് പോയി. വലിയ പ്രവാചകനാ, തീ ഇറക്കിയ ആളാ. ബാലിന്റെ 450 പ്രവാചകന്മാരെ കൊന്ന പുള്ളിയാ. ബാല് വെറുതെ വിട്ടില്ല. ബാല് വെറുതെ വിടാതെ ഇവനെ കാറ്റത്ത് അടിച്ചോണ്ടുപോയി. അതുകൊണ്ടാ തിരിച്ച് എലീശ വന്നപ്പോൾ ഈ ഏലിയാവിന്റെ ശിഷ്യന്മാർ പോലും അധൈര്യപ്പെട്ടു. അവര് പറയുക, ഞങ്ങളുടെ കൂടെയുള്ള ബലശാലികളെ വിട്ട് ഏലിയാവിനെ ഏതെങ്കിലും മലയിലോ താഴ്വാരത്തിലോ കൊണ്ടിട്ടിട്ടുണ്ടോ എന്ന് നോക്കാം. കാരണം ഏലിയാവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയതാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. എല്ലാരും പറയുന്നത് ബാല് കാറ്റടിപ്പിച്ച് ഏലിയാവിനെ കൊണ്ടുപോയെന്ന. ഇന്ന് രാത്രി ഞാൻ അതിനകത്തുനിന്ന് ഒരു കാര്യം പറയാം. എന്റെ സഹോദരങ്ങളെ, ദൈവം നിന്റെ മേൽ പർപ്പസ്ഫുള്ളായി ചെയ്യുന്ന ചില മാഗ്നിഫിക്കേഷൻ, ചില ഗ്ലോറിഫിക്കേഷൻ പ്രോസസ്സിനെ നോക്കിയിട്ട് മനുഷ്യൻ പറയും നിന്നെ മാടനടിച്ചതാണെന്ന്.
മനുഷ്യൻ പറയും നിനക്ക് കിട്ടിയ പണിയാണെന്ന് പറയും. ഏലിയാവിനെ നോക്കി പട്ടണം മുഴുവൻ പറയാ ഏലിയാവിനെ കാറ്റടിച്ചോണ്ട് പോയി, ഏലിയാവിനെ കാറ്റടിച്ചോണ്ട് പോയി, മാടനടിച്ചെന്നാ പറയുന്നത്. പക്ഷെ എലീശയ്ക്ക് മാത്രം അറിയാം ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയാണെന്നും ഇരട്ടി അഭിഷേകമുണ്ടെന്നും. ആകയാൽ ഈ പറയുന്ന 42 ബാലന്മാർ ആരാണെന്ന് അറിയാമോ? ബാലിന്റെ പ്രവാചക ശിഷ്യന്മാരുടെ അവരുടെ കോളേജിൽ ബാലിന്റെ ആഭിചാര കോളേജിൽ പഠിച്ചു വരുന്ന കുട്ടികളാണ്. ഈ കുട്ടികൾ എലീശ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ പറയുകയാണ് കയറിപ്പോ കയറിപ്പോ എന്ന് പറഞ്ഞാൽ നിന്റെ യജമാനായി ഏലിയാവിനെ കാറ്റടിച്ചോണ്ട് പോയില്ലേ, പിന്നെ നീ എന്തോത്തിനെ ഈ വഴിയിൽ ഇങ്ങോട്ട് വരുന്നത്? കയറിപ്പോ കയറിപ്പോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സോവറിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ബാലാണ് പവർഫുൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്. എലീശയ്ക്കറിയാം ഏലിയാവിനെ ദൈവം എടുത്തതാണെന്ന്. എലീശയ്ക്കറിയാം ആ ചുഴലിക്കാറ്റിനകത്ത് ഒരു ദൈവശക്തി ഉണ്ടായിരുന്നെന്ന്. പക്ഷെ ഇന്ന് പട്ടണം മുഴുവൻ പറയുക ഏലിയാവിനെ അടിച്ചുകൊണ്ട് പോയെന്ന്. ഇന്ന് രാത്രി ദൈവ പൈതലേ, ലോകം മുഴുവൻ ഇപ്പോൾ എലീശയെ പരിഹസിക്കുന്നത് എലീശയെ മാത്രമല്ല ഏലിയാവിനെ കൂടെ പരിഹസിക്കുന്നത്. പക്ഷേ എലീശ ആ 42 ബാലന്മാർ പരിഹസിക്കുമ്പോൾ എലീശ നടന്നുപോയി. പക്ഷെ എലീശയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ പറയുന്നത് അവൻ പിന്നോക്കം തിരിഞ്ഞ ബാലന്മാരെ നോക്കി, അവൻ പിന്നോക്കം തിരിഞ്ഞു. കണ്ടോ, എലീശ നടന്നു പോയിട്ടു ഇവര് പറയുകയാണ് കയറിപ്പോ കയറിപ്പോ, ഗോ അപ്പ് ഗോ അപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദൈവം നിന്റെ യജമാനനെ കറക്കി മേപ്പോട്ട് കൊണ്ടുപോയില്ലേ, അതുപോലെ നീയും കയറിപ്പോ എന്നാ പറയുന്നത്. എലീശ പിന്നോക്കം തിരിഞ്ഞു നോക്കിയിട്ട് യഹോവയുടെ നാമത്തിൽ അവനെ നീക്കിക്കളഞ്ഞു. എന്താണ് സംഭവിച്ചത്? ദൈവം സമീപത്തുള്ള വനത്തിന്റെ ഫെൻസിങ്ങിലെ 2 കുറ്റിയെ ഒന്ന് പൊക്കി, 2 കരടികൾ ഇറങ്ങി വന്നു. 42 ബാലന്മാരെ വലിച്ചു കീറി. പരിഹസിച്ചവരുടെ മുൻപാകെ, സംശയിച്ചവരുടെ മുമ്പാകെ എലീശ വിളിച്ചു പറയുകയാണ്, എന്റെ യജമാനനെ മാടനടിച്ചോണ്ട് പോയതല്ല, കാറ്റടിച്ചോണ്ട് പോയതല്ല. ഹി അസെൻഡഡ് ടു ഹെവൻസ്. അവൻ ആ ചുഴലിക്കാറ്റിന്റെ നടുവിൽ സ്വർഗത്തിലേക്ക് കയറുകയായിരുന്നു. ഇന്ന് രാത്രി അമേൻ എലീശ ഇത് ഈ വാക്ക് പറയുമ്പോൾ കരടി ഇറങ്ങി 42 ബാലന്മാരെ കൊന്നുകളഞ്ഞില്ലെങ്കിൽ അപ്പോഴും അവിടെ ദ സോവറിറ്റി ഓഫ് ഗോഡ് അത് അപ്രസക്തമായി പോയനെ. കർമ്മേലിൽ തീ ഇറങ്ങിയതും മഴ പെയ്തതും ഒക്കെ അപ്രസക്തമായി. ഇതൊക്കെ ചെയ്ത പ്രവാചകൻ ഇപ്പൊ എന്തിയെ? അവസാനം മാടനടിച്ചില്ലേ, അവസാനം കള്ളം കൊണ്ടുപോയില്ലേ? ഇത് പറഞ്ഞേനെ. എന്നാൽ ആ നിന്നയെ ദൈവം അനുവദിച്ചില്ല. കണ്ടോ, ഏലിയാവിന്റെ കാലശേഷം പോലും ഏലിയാവിന്റെ മാന്യതയ്ക്ക് വേണ്ടി ദൈവം ഉത്തരവാദിയായിരിക്കുകയാണ്. കണ്ടോ, ഏലിയാവിനെ പിൻപറ്റിയ എലീശയുടെ മാന്യതയ്ക്ക് വേണ്ടി ദൈവം തുണ നിൽക്കുകയാണ്. ഈ 42 ബാലന്മാരുടെ പിമ്പിൽ എന്താണെന്നറിയാമോ? ആൻഡ് അനദർ സ്പിരിറ്റ് ഓഫ് ബയാൽ. ഒരു അന്ധകാര ശക്തിയുടെ പ്രേരണയ്ക്കകത്ത്, ഒരു അന്ധകാര ശക്തിയുടെ തൂണ്ടലിനകത്ത് അവർ കയറി നിന്ന് എലീശയെ പരിഹസിക്കുമ്പോൾ the Lord considered the humiliation, the Lord considered the mockery of that people. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, നിന്റെ അഭിഷേകത്തിന് മുമ്പാകെ ദുരാത്മാക്കളാൽ പ്രേരിതരായവർ നിന്നെ ആക്ഷേപിക്കുമ്പോൾ, ദൈവ പ്രവർത്തികൾ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ, the Lord shall prove it to magnify you. Holy Spirit. ജനാജരം പ്രവശ്യം ജുരാദിയം പ്രവൽഖനം ചേരേതരം. ഇന്ന് രാത്രി വിശ്വസിക്കുക, ഇന്ന് രാത്രി വിശ്വസിക്കുക, ഇന്ന് രാത്രി വിശ്വസിക്കുക. ഹോളി സ്പിരിറ്റ്. കണ്ടോ, എലീശ പരിഹസിക്കപ്പെടുമ്പോൾ അവർ ഒരു സൈഡിൽ കൂടെ ഏലിയാവിന്റെ അസെൻഷനെ വരെ പരിഹസിക്കുന്നത്. ഹോളി സ്പിരിറ്റ്. അതുപോലെ ഇവിടെ അപ്പോസ്തലൻ പുനരുദ്ധാനത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പരിഹസിക്കുക. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ പരിഹസിക്കുക. അവൻ സ്വർഗത്തിലേക്കല്ല പോയത്, ഞങ്ങളുടെ ബാല് കാറ്റടിപ്പിച്ച് അവനെ കളഞ്ഞെന്ന്. നോ 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 നോ. പരിഹാസത്തെ ദൈവം അനുവദിക്കത്തില്ല. നിന്നയെ കടാക്ഷിക്കുന്ന ദൈവം. സ്തോത്രം സ്തോത്രം. When the other spirits attack you, chase you with spirit of mockery, the Lord shall consider you. The Lord shall consider your humiliation. The Lord shall consider your vile. നിന്റെ നിന്നയെ
നിന്റെ അപമാനത്തെ ദൈവം കൺസിഡർ ചെയ്യും. ഇന്ന് രാത്രി ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നീ ഡിക്ലെയർ ചെയ്യണം, ദൈവ പൈതൽ, എന്റെ നിന്നയെ കടാക്ഷിക്കുന്ന ഒരു ദൈവം. The Lord shall consider my humiliation. നിന്റെ നിന്നയെ, നിന്റെ അപമാനത്തെ. That may be yours because of your spirituality. That may be because of the enmity of some people. It may be the unauthorized exaltation of someone. It may be the infirmities, financial or material or skill infirmities in you. It may be the attack of other spirits. The Lord shall consider that humiliation. നിന്റെ ദൈവം നിന്റെ അപമാനത്തെ കൺസിഡർ ചെയ്യും. ഓ ദൈവമേ, നിങ്ങളുടെ നിന്നയെ കടാക്ഷിക്കണമേ. അടുത്ത ഒരു ഭാഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഒരു മനുഷ്യൻ നിന്ദിക്കപ്പെടുന്ന മറ്റൊരു ഭാഗം ഞാൻ ഒന്നുകൂടെ പറയാം. 5 ഭാഗങ്ങളെ ഒന്നുകൂടെ പറയാം. 1 ആത്മീയത, 2 ശത്രുത, 3 അല്പന്റെ ഉയർച്ച, 4 നിന്റെ ബലഹീനത, 5 ദുരാത്മാക്കൾ, ബയാലിന്റെ ശക്തികൾ. 6ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, യോബിന്റെ പുസ്തകം 16ാം അധ്യായം, ജോബ് ചാപ്റ്റർ 16 വേഴ്സ് 20. എന്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. വീണ്ടും യോബിന്റെ പുസ്തകം 21, ജോബ് ചാപ്റ്റർ 21 വേഴ്സ് 3. നിൽപ്പീൻ, ഞാനും സംസാരിക്കട്ടെ, ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് നിനക്ക് പരിഹസിക്കാം. അഗൈൻ ജോബ് ചാപ്റ്റർ 19 വേഴ്സ് 3. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു, എന്നോട് കാഠിന്യം കാണിപ്പാൻ നിങ്ങൾക്ക് ലജ്ജയില്ല. ജോബ് പറയാ, എന്നെ കളിയാക്കുന്നതിൽ നിങ്ങൾക്കൊരു നാണം വേണ്ടേ? 10 times. അതിനു മുമ്പ് 21 അദ്ദേഹം പറയുകയാണ്, ഒരു സാവകാശം എന്താ, ഒരു ഗ്യാപ്പ് താ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഞാനൊന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ നിങ്ങളുടെ വീണ്ടും കളിയാക്കി തുടങ്ങി. യോബ് പറയുന്നത് കേട്ടോ. ഒരിടത്ത് പറയാ, എന്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കും. വേറൊരിടത്ത് പറയാ, ഒരു ഗ്യാപ്പ് താ ചേട്ടാ, ഒരു ഗ്യാപ്പ് താ, ഞാനൊരു 5 മിനിറ്റ് പറയട്ടെ, അത് കഴിഞ്ഞ് പിന്നെ നീ അങ്ങ് കണ്ടിന്യൂ ചെയ്യും. അതിനുശേഷം പറയുക, നിങ്ങൾ 10 പ്രാവശ്യം എന്നെ പരിഹസിച്ചു, നിങ്ങൾക്ക് പോലും നാണമാവുന്നില്ല എന്നെ ഇങ്ങനെ കളിയാക്കി. യോബേ, എന്താ നീ ഇത്രേ ആക്ഷേപിക്കപ്പെട്ടത്? എന്താ നീ ഇത്രേ അപമാനിക്കപ്പെട്ടത്? യോബ് തിരിച്ചൊരു മറുപടി പറയും, എന്റെ ജീവിതത്തിലെ കഷ്ടതയുടെ നടുവിൽ ഞാൻ അപമാനിക്കപ്പെട്ടു. Oh dear child of God, you may be humiliated in the season of troubles, in the season of tribulations. സഹോദരങ്ങളെ, എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കഷ്ടത കടന്നു വരും. ദുർദിവസങ്ങൾ വരാത്ത ഒരു മനുഷ്യനില്ല. എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദുർദിവസങ്ങൾ കടന്നു വരും. ദുർദിവസങ്ങൾ വരികയും നിനക്ക് വയ്യ എന്ന് പറയുകയും ചെയ്യും. ഭൂതലമെങ്ങുമുള്ള ഒരു പരീക്ഷാകാലം, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് സാത്താൻ നിങ്ങളിൽ ചിലരെ പരീക്ഷിക്കുവാൻ, തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ ഒരു പരീക്ഷാകാലമുണ്ട്, ഒരു പ്രതിസന്ധിയുടെ കാലമുണ്ട്, ഒരൊറ്റപ്പെടലിന്റെ കാലമുണ്ട്, ഒരു സാമ്പത്തിക പരാജയത്തിന്റെ കാലമുണ്ട്. എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു സീസൺ ഉണ്ട്, എല്ലാവരും കൈവിടുന്ന ഒരു സീസൺ ഉണ്ട്, എല്ലാവരും വിമർശിക്കുന്ന ഒരു സീസൺ ഉണ്ട്, എല്ലാവരും മുഖം മറയ്ക്കുന്ന ഒരു സീസൺ ഉണ്ട്. ദൈവമല്ലാതെ ആരുമില്ലെന്നും നന്നായി തിരിച്ചറിയുന്ന ചില രാത്രികൾ വരും. സങ്കടം കൊണ്ടുറങ്ങാത്ത ഒരു രാത്രിയെങ്കിലും ഇല്ലാത്ത ഒരു ഭക്തനുമില്ല. ഏതൊരു ഭക്തന്റെ ജീവിതത്തിൽ ഒരു രാത്രിയെങ്കിലും അവൻ ഉറങ്ങാതിരുന്നേക്കാം. ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അവന്റെ തൊണ്ടയ്ക്ക് നിറങ്ങാതിരുന്ന ദിവസങ്ങൾ ഉണ്ടായേക്കാം. ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ചോറിനകത്ത് വീഴാത്ത ആയുസ് ഉണ്ടോ? എത്ര നല്ല ജീവിതമെന്ന് പുറമേ നോക്കിയാലും കണ്ണുനീരൊഴുകാത്ത കവിൾത്തടങ്ങൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടോ? ഇല്ല സഹോദരങ്ങളെ, ഇത് കടന്നു വരും. പക്ഷെ ഈ യോബ് പറയുക, അതിന്റെ നടുവിൽ ഞാൻ പരിഹസിക്കപ്പെട്ടു, അതിന്റെ നടുവിൽ ഞാൻ ആക്ഷേപിക്കപ്പെട്ടു. 22ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 22ാം സങ്കീർത്തനം അതിന്റെ 6ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാനോ മനുഷ്യനല്ല, ഒരു കൃമി അത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തല കുലുക്കുന്നു എന്ന് പറയുകയാണ്. ഇത് ദാവീദ് ദൈവത്താൽ കൈവിടപ്പെട്ടുവോ എന്ന് തോന്നുന്ന ഒരു സമയമാണ്. 22ാം സങ്കീർത്തനം പ്രവചനാത്മാവിൽ കാൽവറിയൊക്കെയാണ് പറയുന്നത്. പക്ഷെ പ്രവചനാത്മാവിൽ മാത്രമല്ല, തന്റെ അനുഭവങ്ങളിൽ നിന്നാണ് ആ മനുഷ്യൻ അത് പറയുന്നത്.
എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്റെ ഞരക്കം നീ കേൾക്കാത്തതെന്ത്? എന്റെ നിലവിളിക്ക് നീ എന്താ മറുപടി തരാത്തത്? ദൈവമേ, നീ അകന്നു നിൽക്കുകയാണോ? ഞരങ്ങുന്ന കരയുന്ന മനുഷ്യന്റെ വേദന. അതിന്റെ നടുവിൽ പറയുകയാണ്, കർത്താവേ, ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണനയില്ല, കൃമി പോലെ ഞാനായിപ്പോയി. മനുഷ്യന്റെ ധിക്കാരങ്ങൾക്കുപരിയായി ഞാൻ നിന്ന സഹിച്ചിരിക്കുന്നു. വേറൊരു ഭാഗത്ത് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്നെ നിന്ദിച്ചതൊരു ശത്രുവല്ല, എന്റെ പാത്രത്തിൽ നിന്ന് അപ്പം തിന്ന ഞാൻ സഹോദര തുല്യം സ്നേഹിച്ചവനാണ്. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത്, എന്റെ വീഴ്ചയെങ്കിൽ അവർ കൂടി കോമാളികളെ പോലെ അവർ പരിഹസിച്ചു. സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിന്റെ താഴ്ചയിലും വീഴ്ചയിലും നിന്നെ നോക്കി കൊഞ്ഞനും കുത്തിച്ചിരിക്കുന്നവർ ഒത്തിരി പേര് കാണും. എല്ലാവരും നിന്നെ പരിഹസിച്ചേക്കാം. പക്ഷേ ഈ നമ്മുടെ കുറിവാക്യം വിലാപങ്ങളുടെ പുസ്തകം, യെരൂശലേം തകർക്കപ്പെടുമ്പോൾ, യെരൂശലേം പിടിക്കപ്പെടുമ്പോൾ എല്ലാവരും അവരെ പരിഹസിച്ചു. പക്ഷെ അന്ന് ആ തകർന്ന യെരൂശലേമിന്റെ നടുവിൽ നിന്ന് യെരമ്യാവ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, ദൈവമേ, നീ ഞങ്ങളുടെ നിന്നയെ കടാക്ഷിക്കണമേ. 70 സംവത്സരങ്ങൾ തികഞ്ഞപ്പോൾ ബാബിലോൺ രാഷ്ട്രം തകർന്നു. ആ സാമ്രാജ്യത്തിന്റെ പേരില്ലാതെയായി. പേർഷ്യൻ ഭരണകൂടം സിംഹാസനത്തിലേറി തകർന്നുപോയ യെരൂശലേമിനെ വീണ്ടും പുതുക്കി പണിതു. നിന്റെ തകർച്ചയ്ക്കപ്പുറം ഒരു റിസ്റ്റോറേഷൻ ദൈവം കരുതിയിട്ടുണ്ട്. The Lord shall consider you a season of humiliation. You may be a despised person. You may be a person of vile. You may be a humiliated person. You may be a rejected one. But the Lord shall consider you. ഇന്ന് രാത്രി വിശ്വസിക്ക്, എന്റെ അപമാനത്തെ കൺസിഡർ ചെയ്യുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്റെ നിന്നയെ കൺസിഡർ ചെയ്യുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ലോർഡ് കൺസിഡർ മീ ബിക്കോസ് ഐ ആം ഇൻ എ വൈൽ. ഞാൻ അപമാനത്തിലാണ്, എന്നെ ഒന്ന് കൺസിഡർ ചെയ്യണമേ. Tonight the consideration is about you. നിന്നെ കുറിച്ചാണ് ദൈവം വിചാരപ്പെടുന്നത്. സ്തോത്രം. ഞാൻ ഒരു ഭാഗം, 6ാമത്തെ ഭാഗം, ജീവിതത്തിന്റെ കഷ്ടതയിൽ ഒരു മനുഷ്യൻ അപമാനിക്കപ്പെടുന്നു. ഞാൻ ഒരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 7ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായി സുവിശേഷം 9ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ യേശുവാണ് പരിഹസിക്കപ്പെടുന്നത്. യേശു പരിഹസിക്കപ്പെടുന്നു. എവിടെയാണ് യേശുവെ അങ്ങ് പരിഹസിക്കപ്പെടുന്നത്? യേശു കർത്താവ് അത്ഭുതകരമായ രോഗശാന്തികൾ ചെയ്ത് 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീയെ സൗഖ്യമാക്കി, 12 വയസ്സുള്ള കുഞ്ഞിനെ സൗഖ്യമാക്കി. യേശു അവിടെ നിൽക്കുമ്പോൾ യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണി യേശുവിനെ നിർബന്ധിച്ചു വിളിച്ച് വീട്ടിലേക്ക് യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ യേശു യായിറോസിനോട് കൂടെ കടന്നു ചെല്ലുകയാണ്. യായിറോസിന്റെ വീട്ടിൽ കരയുകയും ആരവാരം ഉണ്ടാക്കുകയും ചെയ്യുന്ന ബഹുജനങ്ങളുണ്ട്. ആ ബഹുജനങ്ങളുടെ നടുവിലേക്ക് യേശു കടന്നു ചെന്നു. മത്തായി സുവിശേഷം 9ാം അധ്യായം 24ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മാറിപ്പോകുകയും ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുന്നത് അത്രേ എന്ന് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. എപ്പോഴാണ് യേശു പരിഹസിക്കപ്പെട്ടത്? യേശു പറയുകയാണ്, ഗിവ് മീ പ്ലേസ്. മാറിപ്പോകുവീൻ എന്ന് മലയാളത്തിൽ ഒത്തിരി പരുഷമായിട്ട്, ഹാർഷായിട്ടാ പറയുന്നത്. പക്ഷെ യേശു മാറിപ്പോകുവീൻ എന്നോ ഹാർഷായിട്ടല്ല പറഞ്ഞത്. ഗിവ് മീ എ ലിറ്റിൽ പ്ലേസ്. മേ ഐ ഗോ ഇൻസൈഡ്. ഞാനൊന്ന് എൻ്റർ ചെയ്യട്ടെ, എനിക്കൊരല്പം സ്ഥലം താ. മരിച്ചു കിടക്കുന്ന വീട്ടിൽ എല്ലാവരും കൂടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു എന്നിട്ട് പറയാം, ഗിവ് മീ സം പ്ലേസ്, മേ ഐ എൻ്റർ ഇൻ ടു ദെയർ. ഞാൻ അവിടേക്കൊന്ന് കയറട്ടെ. അപ്പൊ എല്ലാരും കൂടെ കൂടി എല്ലാരും ചോദിക്കും, ഇതെന്തിനാണ് മരിച്ച വീട്ടിൽ ഇയാൾ ഇങ്ങനെ ചാടിപ്പേറി വരുന്നത്? അപ്പൊ പറയാ, എനിക്ക് അങ്ങോട്ടൊരു വഴിതാ, ബാല മരിച്ചില്ലല്ലോ. യേശു അവിടെ എന്തെയാ പറയുന്നത്? ഒരു ഭാഗത്ത് നമ്മൾ പറയും റിയാലിറ്റി ആണെന്ന്. പക്ഷെ ഞാൻ അതിനെ ഇങ്ങനെ എടുക്കാൻ പറയുകയാണ്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, എ പാർട്ട് ഓഫ് സ്പിരിച്വാലിറ്റി അവസാനം പറയാമെന്ന്. യേശു അവിടെ പറയുന്നത് വേർഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ വാക്കാണ് യേശു പറയുന്നത്. The all other persons speaking the reality. പക്ഷെ യേശു പറയുന്നത് സ്പിരിച്വാലിറ്റി ആണ്. യേശു പറയുന്നത് വേർഡ് ഓഫ് ഫെയ്ത്ത് ആണ്. പക്ഷെ യേശു വേർഡ് ഓഫ് ഫെയ്ത്ത് പറഞ്ഞപ്പോൾ എല്ലാവരും യേശുവിനെ പരിഹസിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ കർത്താവിന്റെ പൊന്നു പൈതലെ, സ്പീക്ക് ദ വേർഡ് ഓഫ് ഫെയ്ത്ത്. നിരാശയുടെ വാക്കുകൾ നീ പറഞ്ഞാൽ നിന്റെ കൂടി ഇരുന്ന് അതിന് ആമേൻ പറയാൻ 1000 പേര് കാണും.
എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കൂടായിരം പേര് കാണും. സ്തോത്രം. ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ ഇവിടെ ശുശ്രൂഷയ്ക്കകത്ത് നിന്ന് സ്തോത്രം, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും വഴിതെറ്റി പോവുകയാണ്. നമ്മുടെ സഭയെല്ലാം മതം പതിക്കുകയാണ്. നമ്മുടെ സഭയിൽ ഒന്നും ഒരു ഉണർവില്ല. നമ്മുടെ യൗവനക്കാരെല്ലാം പാപികളാണ്. നമ്മൾ അറിയുന്നത് പോലെയല്ല. അവരെല്ലാം ദുഷ്ടന്മാരാണ്. അവരെല്ലാം മഹാഹങ്കാരികളാണ്. അവരുടെ ഒന്നും മനസ്സിൽ നേരില്ല. അവരൊക്കെ കൈയടിക്കുന്നെങ്കിലും പാട്ടുപാടുന്നെങ്കിലും കൊള്ളരുതാത്തവരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്നതിൽ, ഇതിനകത്തിരിക്കുന്നതിൽ ചിലരെങ്കിലും പറയും, ഇന്നത്തെ പ്രസംഗം നല്ലതായിരുന്നു, പാസ്റ്റർ യഥാർത്ഥ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന്. ഇനിയും അതൊരു ട്രഡീഷണൽ പെന്റക്കോസ്റ്റൽ ഗ്രൂപ്പിന്റെ അടുക്കൽ ചെന്ന് ഈ ലോകം മുഴുവനും നശിച്ചു, ദൈവസഭ മുഴുവനും നശിച്ചു, പെന്തക്കോസ് മുഴുവനും നശിച്ചു, ഇന്നത്തെ പാസ്റ്റർമാര് മുഴുവൻ കള്ളന്മാരാ, ഇന്നത്തെ യൗവന തലമുറ മുഴുവൻ പാപികളാ, ഈ പിള്ളേർ ഒന്നും സ്വർഗത്തിൽ പോത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നതിലെ 95% പേരും പറയും, ഈ പാസ്റ്റർ വളരെ നല്ല മനുഷ്യനാ, ഉള്ള കാര്യം ഉള്ളതുപോലെ പച്ചയ്ക്ക് പറഞ്ഞ മനുഷ്യനാണെന്ന് പറയും. അതൊരു ലൗകിക വീക്ഷണമാണ്. പക്ഷേ ഇന്ന് രാത്രികാലം ഞാൻ ഇതിനകത്ത് പറയുന്നത്, ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലെല്ലാം ഒരു ദൈവിക നിയോഗമുണ്ട്. അവരുടെ മേലെല്ലാം അഭിഷേകം വരുമ്പോൾ അവർ അസാധാരണ വ്യക്തികളായി മാറ്റപ്പെടും. ഇതിനകത്തിരിക്കുന്ന യൗവനക്കാരുടെയൊക്കെ അകത്ത് ദൈവത്തോടുള്ള ഒരു പ്രണയമുണ്ട്. ഇതിനകത്തിരിക്കുന്ന പല ദൈവമക്കളുടെ ജീവിതത്തിലും കുറവുകൾ, ബലഹീനതകൾ ഉണ്ടെങ്കിലും അവർ ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്നവരാണ്. ഓ, അതാണ് വേർഡ് ഓഫ് ഫെയ്ത്ത്. അതാണ് വേർഡ് ഓഫ് ഫെയ്ത്ത്. സഭ നശിച്ചു പോയെന്ന് എല്ലാവർക്കും പറയാം, പിള്ളേര് പിഴച്ചു പോയെന്ന് എല്ലാവർക്കും പറയാം, യൗവനക്കാരുടെ ഉള്ളിലൊന്നും ദൈവകൃപയില്ലെന്ന് എല്ലാവർക്കും പറയാം. പക്ഷെങ്കിൽ വിശ്വാസമുള്ളവൻ അത് പറയാൻ കഴിയത്തില്ല. ഓ, ദൈവകൃപയുള്ളവൻ അത് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് മരിച്ചു കിടക്കുന്ന പെൺകുട്ടി അപ്പുറത്തെ മുറിയിൽ അടച്ചിട്ടിരിക്കുമ്പോൾ യേശു ഇപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞു, ബാല മരിച്ചിട്ടില്ല. The word of faith, it may be against the reality. അത് കേൾക്കുന്നവന് വിശ്വസിപ്പാൻ കഴിയത്തില്ല. പക്ഷേ അവരെല്ലാവരും പരിഹസിച്ചു. പക്ഷെ യേശു അകത്തേക്ക് കയറി ചെന്നു. യേശു അകത്തേക്ക് കയറി ചെന്നു. പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും മാതാപിതാക്കളെ കൂട്ടിച്ചെന്നു. വിശ്വാസത്തോടെ ബാലയുടെ കൈക്ക് പിടിച്ചു, എഴുന്നേൽപ്പിച്ചു. ആത്മാവ് മടങ്ങി വന്നു. The miracle happened. Yes. യേശുവിനെ പരിഹസിച്ച അതേ ജനതയുടെ മുമ്പാകെ, യേശുവിനെ നിന്ദിച്ച അതേ ജനതയുടെ മുൻപാകെ he did a miracle. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, the miracles will happen on the place which you were humiliated. നീ അപമാനിക്കപ്പെട്ട സ്ഥലത്ത് നീ അത്ഭുതങ്ങൾ ചെയ്യും. നിന്നെ പരിഹസിച്ചവരുടെ മുമ്പാകെ നീ ഒരു അത്ഭുത വിഷയമാകും. യായിറോസിന്റെ വീട്ടിൽ യേശു പരിഹസിക്കപ്പെട്ടു. പരിഹസിക്കപ്പെട്ട ഇടത്ത് യേശു അത്ഭുതം ചെയ്തു. ഇന്ന് രാത്രി നീ വിശ്വസിച്ചാട്ട്, വിശ്വാസത്തിന്റെ വാക്കുകൾ നീ പറഞ്ഞാട്ട്, നീ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ, നീ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ, നീ നിന്ദിക്കപ്പെട്ടേക്കാം, നീ അപഹസിക്കപ്പെട്ടേക്കാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അതേ ഇടത്ത് നീ വിശ്വാസത്തിന്റെ വീര്യപ്രവർത്തികൾ ചെയ്യും. The first phase of faith is humiliation. But the next level of faith, the next phase of faith is miracle realm. ഇന്ന് രാത്രി വിശ്വസിക്ക. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറ. വിശ്വാസത്തിന്റെ ആദ്യ പകുതി, ആദ്യ ഭാഗം അത് അപമാനമാണെങ്കിൽ, വിശ്വാസത്തിന്റെ രണ്ടാം പകുതി അത് അത്ഭുതമായിരിക്കും. I believe in it. I declare it. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, വിശ്വാസത്തിന്റെ ആദ്യ പകുതി അപമാനത്തിൻ്റെതാണെങ്കിൽ, വിശ്വാസത്തിന്റെ രണ്ടാം പകുതി അത്ഭുതത്തിൻ്റെതാണ്. ഓ ലഗർബശ കർമ്മന സംധരാദി. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവപാദത്തിങ്കിലേക്ക് അടുത്തു വരുന്നു. ഓ, let us enter into the intensive presence of God. ദൈവ സാന്നിധ്യത്തിന്റെ ഇന്റിമസിയിലേക്ക്, ഓ റാബശ പ്രവാനിയ, ഇന്റൻസീവ് പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവമേ, കർത്താവേ, അതിതീവ്രമായ ദൈവ സാന്നിധ്യത്തിലേക്ക്, കർത്താവ് ഇസ്രായേലിന്റെ 6,25 ലക്ഷം പുരുഷാരത്തിനും തൊടാൻ കഴിയാത്ത സീനായ് പർവ്വതത്തിലേക്ക് ആ മോശയെ കയറ്റിയതുപോലെ ഒരു ഇന്റൻസീവ് പ്രസൻസ് ഓഫ് ഗോഡിലേക്ക്, ഒരു അൺകോമൺ പ്രസൻസ് ഓഫ് ഗോഡിലേക്ക്, ഒരു പ്രസൻസിലേക്ക്, എന്റെ ദൈവമേ, ഇന്നലകളിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു ദൈവ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന്
കുടുംബത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എവിടെയൊക്കെ അവർ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് ദ സ്പിരിച്വാലിറ്റി, അവരുടെ വിശ്വാസം മുഖാന്തരമായിരിക്കാം, അവരുടെ ആരാധന മുഖാന്തരമായിരിക്കാം കർത്താവെ, അവരുടെ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടിയുള്ള തീഷ്ണത മുഖാന്തരമായിരിക്കാം, അവരുടെ അഭിഷേകം മുഖാന്തരമായിരിക്കാം, അവർ പിടിക്കുന്ന ഉപദേശത്തിന്റെ വെളിപ്പാടിന്റെ ശ്രേഷ്ഠത മുഖാന്തരമായിരിക്കാം. എവിടെ അവർ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ കൺസിഡർ ദം ഓ ലോർഡ്, അവരെ ഓർക്കണമേ, അവരെ കടാക്ഷിക്കണമേ. ശത്രുത മുഖാന്തരം, വൈരാഗ്യം മുഖാന്തരം അപമാനിക്കപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം അവരെ കടാക്ഷിക്കണമേ കർത്താവേ. സാറ അപമാനിക്കപ്പെട്ടതുപോലെ അല്പന്റെ മുമ്പിൽ അപമാനിക്കപ്പെടുന്നവർക്ക് വേണ്ടി ദൈവം ന്യായം വിധിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നെഹമ്യാവിനെയും ഇസ്രായേലിനെയും അപമാനിച്ചതുപോലെ കഴിവില്ല, പ്രാപ്തിയില്ല, ബുദ്ധിയില്ലെന്ന് പറഞ്ഞ് എവിടെയൊക്കെ അങ്ങയുടെ പൊന്നുമക്കൾ പരിഹാസത്തിന്റെ, നിന്ദയുടെ വാക്കുകൾ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൺസിഡർ ദം ഓ ലോർഡ്, അവരെ കടാക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എവിടെയൊക്കെ കർത്താവെ ഞെരുക്കങ്ങൾ മുഖാന്തരം അവർ പരിഹസിക്കപ്പെടുന്നെങ്കിലും അവർ മാനിക്കപ്പെടട്ടെ കർത്താവേ. പ്രവാചക എലീശയെ പരിഹസിച്ച ബാലിന്റെ ചെറുമക്കളെ പോലെ ദൈവപ്രവർത്തികളെ കോട്ടിക്കളഞ്ഞുകൊണ്ട് നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവരുടെ മുൻപാകെ let the sovereignty of God, let the sovereignty of God, it should be manifested in our city, it should be manifested in our generation. ദൈവത്തിന്റെ sovereignty അത് ഞങ്ങളുടെ ദേശത്തിൽ ഞങ്ങളിൽ കൂടെ വെളിപ്പെടട്ടെ കർത്താവേ. കഷ്ടതയുടെ നടുവിൽ പരിഹസിക്കപ്പെടുന്നവരെ ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.